ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 23 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ ഒരു റീഡിംഗ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ ബോധവൽക്കരണമാണ്. പിന്നെ ഒരു രാജാമണി എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് എയ്ഡ്സ് കടന്നു വന്നിട്ടുള്ളത്, അതാണ് സെക്ഷൻ 1 പറയുന്നത്. രണ്ടാമതായി വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പ് നടത്തുന്ന എയ്ഡ്സിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം, ആ ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് 2 വരുന്നത്. ആൻഡ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എയ്ഡ്സിൻ്റെ ഒരു രൂപരേഖ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സെക്ഷനിലേക്ക് കിടക്കാം നമുക്ക്. ദിസ് സെക്ഷൻ ഡിസ്കസസ് ദി കേസ് ഓഫ് എ ബോയ് നെയിംഡ് രാജാമണി. അപ്പോൾ എന്താണ് ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്? രാജാമണി എന്ന പേര് വരുന്ന ഒരു കുട്ടിയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗം പറയുന്നത്. ഹി വാസ് എ യങ് ചൈൽഡ് ഓഫ് 12 years old. അപ്പോൾ അവന് എത്ര വയസ്സാണ് പ്രായം വരുന്നത്? അവന് 12 വയസ്സാണ്. ഹി വാസ് എ യങ് ചൈൽഡ് ഓഫ് 12 years old. 12 വയസ്സ് മാത്രം പ്രായം വരുന്നൊരു കുട്ടിയാണ് ആര്? നമ്മുടെ രാജാമണി എന്ന് പറയുന്നത്. ഫ്രം എ വില്ലേജ് ഇൻ തമിഴ്നാടു. അപ്പോൾ എവിടെയുള്ള ആളാണവൻ? തമിഴ്നാടിലുള്ളൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. 12 വയസ്സ് മാത്രമാണ് രാജാമണിക്ക് പ്രായം വരുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ആൻഡ് ബിഗൻ വർക്കിംഗ് ഇൻ ഹിസ് മദേഴ്സ് ടീ ഷോപ്പ്. അപ്പോൾ എന്താണ്? അവൻ്റെ അച്ഛൻ്റെ മരണശേഷം, ബിക്കോസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ. ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്കൂൾ വിടേണ്ടി വന്നു. അതായത് അച്ഛൻ മരിച്ചു, ഒരു നെടുന്തൂണാണ് വരുന്നത്. അപ്പം ഇനി അവനും കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവൻ്റെ ഫാമിലി മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അവന് ആ ഒരു സ്കൂളിലെ തുടർ പഠനം അത് നിഷേധിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് ബിഗെയിൻ വർക്കിംഗ് ഇൻ ഹിസ് മദേഴ്സ് ടീ ഷോപ്പ്. അപ്പോൾ ഇവിടെ എന്താണ്? അവൻ്റെ അമ്മയ്ക്കൊരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ അവൻ തുടങ്ങി. ബിഗെയിൻ വർക്കിംഗ്, അവൻ അവിടെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. He had a numerous intramuscular treatments for his eye infections 6 months later. അപ്പോൾ എന്താണ്? ഹി ഹാഡ് എ ന്യൂമറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി എന്നാണ് അർത്ഥം വരുന്നത്. ഇൻട്രാമസ്കുലർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസിൽസിൻ്റെ ഉള്ളിലേക്ക് ഒരു ടെക്നിക്കാണത്. മെഡിസിൻസ് മസിൽസിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ്സ്, അതിൽ കൂടുതൽ ഇൻട്രാമസ്കുലർ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന ഇഞ്ചെക്ഷൻ ടൈപ്പ് അതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് ഐ ഇൻഫെക്ഷന്. അവന് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴൊരു ഐ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ണിലുള്ള അണുബാധ. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ഇവനിങ്ങനെ കുറച്ച് ഇൻട്രാമസ്കുലർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ദി തെറാപ്പി ഹി ഡെവലപ്ഡ് an infection at the injection site. അപ്പോൾ എന്താണ്? ഈ ഒരു തെറാപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഡ്യൂറിങ് ദി തെറാപ്പി ഹി ഡെവലപ്ഡ് an infection at the injection site. അപ്പോൾ എന്താണ്? ഒരു ഇഞ്ചെക്ഷൻ സൈറ്റിൽ ഇൻഫെക്ഷൻ, അണുബാധ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിച്ചെടുക്കാൻ അവിടെ ഒരു അണുബാധ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നു അറ്റ് ദി ഇഞ്ചെക്ഷൻ സൈറ്റ്. അപ്പോൾ നമുക്കറിയണം ഇഞ്ചെക്ഷൻ സൈറ്റ് എന്നാൽ എന്താണ്. അപ്പോൾ ഇഞ്ചെക്ഷൻ സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീഡിലോ അല്ലെങ്കിൽ സിറിഞ്ചോ യൂസ് ചെയ്തിട്ട് ബോഡിയിൽ എവിടെയാണോ നമുക്ക് ആ ഒരു സിറിഞ്ചോ നീഡിലോ ചെയ്യേണ്ടത് ആ ഒരു പ്ലേസിനെയാണ് ഇഞ്ചെക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇഞ്ചെക്ഷൻ സൈറ്റിൻ്റെ അവിടെ അവർ ഇഞ്ചെക്ട് ചെയ്തെന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊരു അണുബാധ വികസിച്ചെടുക്കാൻ തുടങ്ങി. അവിടെ ചെറിയൊരു പൊട്ട് പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മളെ ബ്ലഡ് വെസൽസിലേക്ക്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇഞ്ചെക്ട് ചെയ്യുന്ന പോർഷനിൽ അവിടെ ഒരു അണുബാധ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങി. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ഹി അക്വയർഡ് എ പിമ്പിൾ ഓൺ ഹിസ് നോസ് ദാറ്റ് ലാസ്റ്റഡ് ഫോർ മെനി വീക്സ് ബിഫോർ ഡെവലപ്പിംഗ് ഇൻ ടു എ സെപ്റ്റിസീമിയ. അപ്പോൾ എന്താണ്? ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹി അക്വയർഡ് എ പിമ്പിൾ ഓൺ ഹിസ് നോസ്. അപ്പോൾ എന്താണ്? അവൻ്റെ മൂക്കിൻ്റെ മുകളിലായിട്ടൊരു മുഖക്കുരു, ഒരു കുരു അവിടെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ലാസ്റ്റഡ് ഫോർ മെനി വീക്സ്. അപ്പോൾ ആ ഒരു കുരു എത്ര ടൈം വരെ ഉണ്ടായിരുന്നു? മെനി വീക്സ് അല്ലേ, കുറച്ചധികം
ആഴ്ചകൾ വരെ ആ ഒരു മൂക്കിൻ്റെ മുകളിൽ അവനൊരു പിമ്പിൾ ഇങ്ങനെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിഫോർ ഡെവലപ്പിംഗ് ഇൻ ടു സെപ്റ്റിസീമിയ. എന്താണ് ആ ഒരു സെപ്റ്റിസീമിയ ആയിട്ട് വളരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നോസിൽ ഇങ്ങനെ പിമ്പിൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റിസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം. അത് ഒരു ഇൻഫെക്ഷനാണ് കേട്ടോ, അണുബാധയാണ്. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഒരു ബാക്ടീരിയാസ് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതാണ് സെപ്റ്റിസീമിയ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. He also had skin sores on his legs and contracted tuberculosis. അപ്പോൾ എന്താണ്, അത് കൂടാതെ കുറച്ചധികം കൂടി സിംറ്റംസ് അവൻ്റെ ശരീരത്തിൽ എന്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ഒരു സിംറ്റംസാണ് ഇവർ പറയുന്നത്. ഹി ഓൾസോ ഹാഡ് എ സ്കിൻ സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിക്ക് നമ്മുടെ ഓൺ ഹിസ് ലെഗ്സ്, കാലിൻ്റെ തൊലിക്ക് പുറമേലുള്ള വ്രണങ്ങൾ, കാലിന്മേൽ കുറച്ച് വ്രണങ്ങൾ ഇങ്ങനെ അവന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കോൺട്രാക്റ്റഡ് ട്യൂബർക്കുലോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമാണ്. അത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്നൊരു അസുഖമാണ്, ക്ഷയം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇത് ഇൻഫെക്റ്റ് ആവുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണിത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ക്ഷയത്തിന് കാരണമാവുന്നുണ്ട് ഈ ഒരു ബാക്ടീരിയ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. He was diagnosed with HIV when he went to the Chennai for skin treatment. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് HIV. അപ്പോൾ എന്താണ് ഡയഗ്നോസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം നിർണ്ണയിക്കപ്പെട്ടു അല്ലേ, വിത്ത് HIV. അവന് HIV പോസിറ്റീവാണെന്ന്. HIV ഫുൾ ഫോം വരുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. അപ്പം ആ ഒരു HIV പോസിറ്റീവായി അവന് എപ്പോഴാണ് മനസ്സിലായത്, സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയപ്പോഴാണ് അവന് എന്ത് മനസ്സിലായത്, അവന് HIV പോസിറ്റീവാണെന്ന്. He might have gotten HIV through syringes and needles that were contaminated. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇവന് HIV ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? He might have gotten, അവനിങ്ങനെ കിട്ടിയിരിക്കാം. He might have gotten എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കിട്ടിയിരിക്കുന്നത് HIV ത്രൂ സിറിഞ്ചസ്. എങ്ങനെയാണ്? സിറിഞ്ചസും നീഡിൽസും വഴിയാണ്. അപ്പോൾ HIV നമ്മളുടെ ശരീരത്തിലേക്ക് കണ്ടാമിനേറ്റഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല ബാക്ടീരിയൽ ബാക്ടീരിയാസോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്ത സിറിഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ആണ് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്ത സിറിഞ്ചസ് ആണ് നമ്മളിപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്താന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു HIV പടരുന്നതായിരിക്കും. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണല്ലോ ഇഞ്ചെക്ട് ചെയ്യുന്നത് നീഡിൽസ് വെച്ചിട്ടൊക്കെ. പിന്നെ ആണെങ്കിൽ അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്കിങ്ങനെ അൺസ്റ്റെറിലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്ലീൻ ചെയ്യപ്പെടാത്ത, അതായത് ബാക്ടീരിയൽ ഫ്രീ ആയിട്ടുള്ള ഒരു നീഡിൽസാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ HIV പോസിറ്റീവ് ആവാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. This explains the sorry state of affairs and the usage of unsterilized needles and syringes, both of which induce infection are life-threatening. അപ്പോൾ എന്താണ് ഇവിടെ ഈ ലാസ്റ്റ് പോയിന്റ്സ് പറയുന്നത്, നമ്മുടെ ഈ ഒരു രാജാമണി എന്ന് പറയുന്ന കുട്ടി അവൻ്റെ ഐ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇൻട്രാമസ്കുലർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ നീഡിൽസും സിറിഞ്ചസും ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നു അവന്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽസ് വഴി അവൻ എന്താണ് HIV പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇത്രയും ഒരു വലിയൊരു സിറ്റുവേഷനിലാണ് അല്ലേ, ആ ഒരു ഇൻഫെക്ഷൻ കാരണം അവൻ്റെ ഓൾമോസ്റ്റ് ബാക്കിയുള്ള ജീവിതകാലം എന്താണ് ആ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് തന്നെ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ പുവർ ആയിട്ടുള്ള ഫാമിലിയുമാണ്. ഇത്തരം കണ്ടീഷനിൽ ഒന്നും കൂടെ അവൻ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, അതിൽ വരുന്നത് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ അല്ലേ, അതൊരു ഇടിയമാണ് മലയാളത്തിൽ. കാരണം നമുക്ക് അത്രയും മോശമായ അവസ്ഥയിൽ വീണ്ടും നമ്മളെ മോശം സ്ഥിതി തേടി വരുന്ന ആ ഒരു
സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതാണ് സോറി സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് എന്ന് അവർ പറയുന്നത്. ദിസ് എക്സ്പ്ലെയിൻസ് ദ സ്റ്റോറി സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ്. എന്താണ് ഇത് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ്. അതായത് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു കൂട്ടം സാഹചര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇവന് ഫസ്റ്റ് ഇൻഫെക്ഷൻ വന്നു, അതുകൂടാതെ HIV വന്നു, പോറായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ദ സോറി സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് എന്ന് അവർ പറയുന്നത്. ആൻഡ് ദ യൂസേജ് ഓഫ് അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ബോത്ത് ഓഫ് വിച്ച് ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ ആർ ലൈഫ് ത്രെറ്റനിങ്. ഓക്കെ, അപ്പോൾ എന്താണ് പിന്നെ വേറെ ഒരു കാര്യം മെയിനായിട്ടുള്ള പോയിന്റ് നോക്കേണ്ടത് അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽസോ സിറിഞ്ചസോ യൂസ് ചെയ്യുമ്പോൾ അത് ത്രൂ നമുക്ക് HIV പോസിറ്റീവ് ആവാം. ബോത്ത് വിച്ച് ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അണുബാധ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആർ ലൈഫ് ത്രെറ്റനിങ്. ലൈഫ് ത്രെറ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ മൂലം നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് അത് വഴിവെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്ഷൻ 1 വരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് രാജാമണിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻ 2 നോക്കാം. ഇതും എയ്ഡ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. The second section is about a theatre group in Chicago Township near Petersburg, South Africa, who used theatre to educate people about HIV/AIDS. They traveled throughout the township, creating awareness among local population to stop the spread of the disease. അപ്പോൾ എന്താണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, ഒരു സീഷോഗോ ടൗൺഷിപ്പിൽ വരുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അവർ എന്തിനു വേണ്ടി, സൗത്ത് ആഫ്രിക്കയിലുള്ളൊരു തിയേറ്റർ ഗ്രൂപ്പാണ്. ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്. യൂസ്ഡ് തിയേറ്റർ ടു എഡ്യൂക്കേറ്റ്. ആ ഒരു തിയേറ്റർ ഗ്രൂപ്പ് എന്താണ് HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ കുറിച്ചിട്ട് പീപ്പിളിനെ ബോധവാന്മാർ ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു അവയർനെസ് പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ട് ദേ ട്രാവൽ ത്രൂ ഔട്ട് ദി ടൗൺഷിപ്പ്. അവരെന്താണ് ആ ഒരു ടൗൺഷിപ്പ് മൊത്തത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ട് ക്രിയേറ്റിംഗ് എ അവയർനെസ്, എന്ത് എല്ലാവരെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പോപ്പുലേഷനിൽ, അതായത് സാധാരണക്കാരുടെ ഇടയിലാണ് ഈ ഒരു അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ടു സ്റ്റോപ്പ് ദി സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ്. അപ്പം ഈ ഒരു ലോക്കൽ പീപ്പിൾസിന് എന്താണ്, അൺഅവെയർ ആയിരിക്കും. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കില്ല എങ്ങനെയാണ് ഈ ഒരു HIV പടരുന്നത് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോക്കൽ പോപ്പുലേഷൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഇവർ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്. Others methods have also been sought, like creating a vaccine and providing treatment, but this disease is constantly mutating and controlling it with drugs may take many years. അപ്പോൾ എന്താണ്, ഒന്ന് ഫസ്റ്റ് ഇവർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പോപ്പുലേഷൻ്റെ ഇടയിൽ ഇറങ്ങി ചെന്ന് അവരെ അവയർനെസ് ചെയ്യുക എങ്ങനെയാണ് HIV പടരുന്നതെന്ന്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾസോ ബീൻ സോട്ട് ലൈക്ക് ക്രിയേറ്റിംഗ് എ വാക്സിൻ ആൻഡ് പ്രൊവൈഡിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് സോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ചു എന്നാണ് വരുന്നത്. വാക്സിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള HIV വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി മ്യൂട്ടേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി അത് ഇരട്ടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് കൺട്രോളിങ് ഇറ്റ് വിത്ത് ഡ്രഗ്സ് മേ ടേക്ക് മെനി ഇയേഴ്സ്. അപ്പം ഈ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു രോഗം ഉണ്ടല്ലോ, അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും, ഒരു ഡ്രഗ് അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തുടരുന്നതാണെങ്കിൽ അത് കുറച്ചധികം വർഷങ്ങൾ എടുക്കുന്നതായിരിക്കും. ദ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ has sought the help of education and awareness to fight against AIDS. അപ്പം നമ്മുടെ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഈ ഒരു ഓർഗനൈസേഷന് വിദ്യാഭ്യാസത്തിലൂടെയും ആൻഡ് അവയർനെസ് പ്രോഗ്രാമിലൂടെയും എങ്ങനെയാണ് എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
Preventive education states that the impact of the disease on society can be reduced by battling complacency, advancing commitment, and improving care. To achieve this, people worldwide should use culturally appropriate ways, and preventive education must be interconnected with the local way of life. അപ്പം ഈ ഒരു പോയിന്റ് എന്താ പറയുന്നത്, പ്രിവെൻറ്റീവ് എഡ്യൂക്കേഷന് ഇതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക, പ്രതിരോധിക്കുന്നത്, എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആ ഒരു എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് ദി ഡിസീസ് ഓൺ സൊസൈറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ബാറ്റ്ലിംഗ് കോംപ്ലക്സൻസി. ബാറ്റ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാടുക അല്ലേ, കോംപ്ലസൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് തന്നെ ആ ഒരു എയ്ഡ്സിനെതിരെയായിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് പോരാടാൻ കഴിയുന്നതായിരിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ കഴിയുന്നതായിരിക്കും. അഡ്വാൻസിങ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവിങ് കെയർ. അപ്പോൾ എന്താണ്, അതിനോട് എന്താ ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടതാണ്, എങ്ങനെയൊക്കെ പ്രതിരോധ ശേഷി നേടിയെടുക്കാൻ കഴിയുന്നതൊക്കെ ആ ഒരു അങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു മുക്തി നേടാൻ കഴിയുന്നതായിരിക്കും. ആൻഡ് ടു അച്ചീവ് ദിസ്, people worldwide should culturally appropriate ways, and preventive education must be interconnected with the local way of life. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക്, അതായത് കൾച്ചറലി പല വേസിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു മസ്റ്റ് ഒരു തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്കിതിൻ്റെ അവെയർ ആയിരിക്കും. ലോക്കൽ പീപ്പിൾസ് ആയാലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതായിരിക്കും. Uneven distribution of knowledge results in the uneven distribution of infection rates worldwide. ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്, അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോളജ് റിസൾട്ട് ഇൻ ദി. ഇപ്പം അൺഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസമമായിട്ടുള്ള എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. അതായത് നമ്മൾ നല്ല കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷന് അല്ലെങ്കിൽ ഒരു നോളജ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, തീർച്ചയായിട്ടും ആ ഒരു അണുബാധ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം നമ്മൾ കുറച്ച് മാത്രം കേട്ടിട്ട് അത് ബാക്കിയുള്ളവർക്ക് പറയരുത്. ശരിക്കും ഒരു കാര്യത്തെ സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അതിനു വേണ്ടി മുൻപോട്ട് ഇറങ്ങേണ്ടതെന്നാണ് ഈ ഒരു ലൈൻസ് പറയുന്നത് കേട്ടോ. അതാണ് അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോളജ് റിസൾട്ട് ഇൻ ദി അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫെക്ഷൻ റേറ്റ്സ് വേൾഡ് വൈഡ്. ഓക്കെ, understanding and appreciation of prevention depends on many social factors like age, gender, education, economic conditions and religious beliefs. അപ്പോൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കുക. ആൻഡ് അപ്രിസിയേഷൻ ഓഫ് അപ്രിസിയേഷൻ ഓഫ് പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ്സ് എന്തെങ്കിലും സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് സജീവമായിട്ടുള്ളൊരു നടപടികൾ കൈക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയാൻ വേണം, അത് വിലമതിക്കുകയും ചെയ്യണം. അതാണ് അപ്രിസിയേഷൻ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അത് തിരിച്ചറിയുകയും പിന്നെ അതിനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പം അതെന്താണ്, ഇത്രയും കാര്യങ്ങൾ പലതരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്, നമ്മുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജെൻഡർ, പിന്നെ ആണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും നമ്മുടെ മതവിശ്വാസങ്ങളെയും എല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കതിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു രോഗത്തെ മറികടക്കാനാവത്തുള്ളൂ. അപ്പം പല കാര്യങ്ങളിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഈക്വലി നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് എന്താണ് തുടർ നടപടികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. UNESCO believes that circulating information will help people to understand what AIDS does to the body, and thus it can reduce misconceptions, vulnerability, which often leads to stigmatization and discrimination. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, യുനെസ്കോ ബിലീവ്സ് ദാറ്റ് സർക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ. അപ്പം യുനെസ്കോ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ അല്ലേ, നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം ആ ഒരു അവരെന്താണ് വിശ്വസിക്കുന്നത്, സർക്കുലേറ്റിംഗ് ഇൻഫർമേഷന് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ പ്രചരിക്കുകയാണെങ്കിൽ ഇത്
എങ്ങനെ സഹായിക്കുവാണ് ഈ ഒരു ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുമ്പോൾ? ഇറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എയ്ഡ് ഡസ് ടു ദി ബോഡി. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് അവരെ ബോധവാന്മാരാക്കുന്നതാണ്. എന്താണ് എയ്ഡ്സ് അല്ലെങ്കിൽ HIV അവരുടെ ബോഡിയിൽ, ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഓക്കെ, ആൻഡ് ദസ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് മിസ്കൺസെപ്ഷൻ. അപ്പം കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നതാണെങ്കിൽ മിസ്കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇതിന് ഈ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വഴി പറ്റുന്നതായിരിക്കും. vulnerability which often leads to stigmatization and discrimination. vulnerability എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്, ദുർബലതകൾ ഉണ്ടാവുമല്ലോ which often leads to stigmatization ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പം പല രീതിയിലുള്ള വിവേചനങ്ങളെയും പിന്നെ ആ ഒരു ഇതായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഇത് പ്രോപ്പറായിട്ടുള്ള നോളജ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. Schools can help in creating awareness about AIDS and thus can lessen the psychological impacts of AIDS on society. അപ്പം വളർന്നു വരുന്ന സ്കൂളുകളിൽ നിന്നാണ് നമ്മളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം നമുക്ക്, അല്ലേ? വിദ്യാഭ്യാസം അഭ്യസിക്കുമ്പോഴാണ് നമ്മൾ തികച്ചും ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. അപ്പം ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എയ്ഡ്സ് എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഇനി വരുന്ന തലമുറയിലേക്കുള്ള എയ്ഡ്സിൻ്റെ ആ ഒരു സർക്കുലേഷനെ തടയുന്നതായിരിക്കും. UNESCO states that the critical task is to protect the society, economy and political institution from the onslaught of HIV/AIDS. അപ്പോൾ നമ്മുടെ യുനെസ്കോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് സ്റ്റേറ്റ് ദാറ്റ് ദി ക്രിട്ടിക്കൽ ടാസ്ക് ഈസ് ടു പ്രൊട്ടക്ട് ദി സൊസൈറ്റി. നമ്മുടെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നതാണ് യുനെസ്കോ മുന്നോട്ട് ഇപ്പം വയ്ക്കുന്ന ഒരു താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പരമാവധി എയ്ഡ്സിൻ്റെ ആക്രമണത്തിൽ നിന്നും മുക്തമാക്കുക എന്നതാണ് യുനെസ്കോ ഇപ്പം വെക്കുന്ന ആ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓൺസ്ലോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം എന്നാണ് കേട്ടോ ഓൺസ്ലോട്ടിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ രാജാമണിയെ കുറിച്ച് കണ്ടു. രണ്ടാമത് യുനെസ്കോ അല്ലെങ്കിൽ ഒരു സൗത്ത് ആഫ്രിക്കയിലുള്ള തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പ്രചരണ പരിപാടികൾ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 2 പറയുന്നത്. ഇത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സുമാണ്. ഇത് നിങ്ങൾ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് പോകുന്നതാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് രാജാമണി ഡയഗ്നോസ്ഡ് വിത്ത്? അപ്പോൾ എന്താണ് രാജാമണി ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടായിരുന്നു? അല്ലേ, അതിൻ്റെ രോഗനിർണയം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് രോഗത്തെക്കുറിച്ചിട്ടായിരുന്നു? അതായത് രാജാമണി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് HIV ആണല്ലേ അവനിൽ നിർണയിച്ച ആ ഒരു രോഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡിഡ് ഹി ഡിസ്കണ്ടിന്യൂ ഹിസ് എഡ്യൂക്കേഷൻ സോ ഏർലി? എന്തുകൊണ്ടാണ് അവൻ്റെ എഡ്യൂക്കേഷൻ, രാജാമണി അവൻ്റെ വിദ്യാഭ്യാസം വളരെ മുൻപേ തന്നെ സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് അല്ലേ. അവൻ്റെ അച്ഛന് മരിച്ചതിന് ശേഷമാണ് അവന് ഇങ്ങനെ വളരെ കാലം മുൻപ് തന്നെ അവൻ്റെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അവൻ്റെ ആ ഒരു പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്. പിന്നെ അവൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടീ ഷോപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് സഹായിക്കാൻ പോവേണ്ടി വന്നു. ആൻഡ് ഹൗ ഡിഡ് രാജാമണി ഗെറ്റ് HIV? വാട്ട് കുഡ് ഹാവ് ബീൻ ദി റീസൺ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജാമണിക്ക് HIV കിട്ടിയിട്ടുണ്ടായിരുന്നത്? വാട്ട് കുഡ് ഹാവ് ബീൻ ദ റീസൺ? അപ്പോൾ അതിന് പിന്നിലുള്ള റീസൺ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു? അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് ഓർ സിറിഞ്ചസ് യൂസ് ചെയ്യുന്നതിലൂടെ. എന്തിനാണ്? അവൻ്റെ ഐ ഇൻഫെക്ഷന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ പോയിട്ടുണ്ടായിരുന്നത്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്.
ഫോർ എൻ ഐ ഇൻഫെക്ഷൻ. അപ്പോൾ അവിടെ നിന്നിട്ടാണ് അവരെന്താണ് ആ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസോ സിറിഞ്ചസോ വഴിയാണ് ഈ ഒരു HIV കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മെൻഷൻ 2 മെയിൻ പോയിൻറ്റ്സ് ഓഫ് യുനെസ്കോ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി ഓൺ എയ്ഡ്സ്. അപ്പം എന്താണ് യുനെസ്കോൻ്റെ 2 എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി പറയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എയ്ഡ്സിനെ കുറിച്ചിട്ട് യുനെസ്കോൻ്റെ 2 എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ നേരത്തെ ആ ഒരു സമ്മറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബാറ്റിലിംഗ് കോംപ്ലസൻസി ആൻഡ് അഡ്വാൻസിങ് ദി കമ്മിറ്റ്മെൻറ്റ്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം പ്രിവെൻറ്റീവ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ദാറ്റ് എന്താണ് ബാറ്റിലിംഗ് കോംപ്ലസൻസി ആൻഡ് അഡ്വാൻസിങ് കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് എന്ത് തടയാൻ പറ്റുന്നത്. ഈ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ വഴി നമുക്കത് പ്രോപ്പർ വേയിൽ യുനെസ്കോൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി വഴി നമുക്കത് തടയാൻ പറ്റുന്നത്. ആൻഡ് സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്കൂൾ ഇൻ യുനെസ്കോ ആൻഡ് ഫൈറ്റ് എഗെയിൻസ്റ്റ് എയ്ഡ്സ്. അപ്പം ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്കൂൾസ്, സ്കൂളിൻ്റെ ഈ ഒരു എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ സ്കൂളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്തായിരുന്നു യുനെസ്കോൻ്റെ അഭിപ്രായ പ്രകാരം എന്താണ് സ്കൂൾ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജാണ് അല്ലേ നമ്മുടെ എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ സ്കൂളിൽ നിന്ന് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ചിൽഡ്രൻസിനെ. അവരുടെ ആ ഒരു 10 to അല്ലെങ്കിൽ 25 ഏജ് ഗ്യാപ്പിൻ്റെ ഇടയിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, എയ്ഡ്സിനെ കുറിച്ചിട്ട് വെൽ അവെയർ ആയിരിക്കും നമ്മൾ. അങ്ങനെയാണ് ആ ഒരു എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ യുനെസ്കോ സ്കൂളിലെ ഒരു ക്രൂഷ്യൽ റോളാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു യു തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ എയ്ഡ്സ്? അപ്പം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്രയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന്? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസറായിട്ട് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഈ ഒരു ഡിസീസിൻ്റെ ഇമ്പാക്റ്റ് മൂലം നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ വലിയ രീതിയിലുള്ള തകർച്ച നേരിടുന്നതായിരിക്കും അല്ലേ. HIV പോസിറ്റീവായ എന്തായാലും ഇപ്പം നമ്മുടെ ഒരു കേസിൽ അവെയറാണ്. ലോങ് ടേമിലേക്ക് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അധിക പേരും ഡെത്തിന് കീഴടങ്ങുന്നുണ്ട് അല്ലേ. അപ്പം അതെന്താ പോപ്പുലേഷൻ കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് ആൻഡ് പല കാര്യങ്ങളിലേക്കും അത് തകർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. HIV കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്. ആൻഡ് താങ്ക് യു.